ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന ബാഴ്സലോണ വേഴ്സസ് ഗെറ്റാഫെ മത്സരം 1-1 എന്ന ഗോൾ സ്കോറിൽ സമനിലയിൽ അവസാനിച്ച ഈ ഒരു മത്സരത്തോടുകൂടി 39 പോയിന്റുമായിട്ട് ബാഴ്സലോണ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു മത്സരം വിൻ ചെയ്തിരുന്നെങ്കിൽ റയൽ മാഡ്രിഡുമായിട്ട് വെറും 2 പോയിന്റ് വ്യത്യാസം മാത്രമായിരിക്കും ഉണ്ടാവുക. പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഡീസൻറ്റ് പ്ലേ മാത്രമാണ് ബാർസയുടെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ബിക്കോസ് മാഡ്രിഡുമായിട്ട് കളിക്കുന്ന സമയത്തുള്ള ആ ഒരു എഫേർട്ടൊന്നും കാണാൻ വേണ്ടി സാധിച്ചില്ല. ആ ഒരു സമയത്ത് റിയൽ മാഡ്രിഡുമായിട്ടുള്ള മത്സരം വരുന്ന സമയത്ത് ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയൊരു അജ്ഞാത ശക്തി വരുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ ഒരു ബാർസയുടെ ഒരു പെർഫോമൻസ് വരുന്നത്. പക്ഷേ ഇതുപോലുള്ളൊരു ചെറിയ ടീം വരുന്നതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം ചിലപ്പം ഇതുപോലുള്ള റിസൾട്ട് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പഴയ ഗെറ്റാഫെയല്ല, അത്യാവശ്യം നല്ല ഒരു ഗെയിം പ്ലേ തന്നെ ആയിരുന്നു. അറ്റാക്കിങ്ങിൽ കുറച്ച് വീക്കായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഡിഫെൻസീവ്ലി വെൽ സ്ട്രോങ് ആണ് ഗെറ്റാഫെയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഗായ്സ്, ഈ ഒരു മത്സരത്തെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫ്ലിക്ക് ഈ ഒരു ലീഗിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഒരു മാറ്റം കൊണ്ടുവരാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.